നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാഡം, ഞാൻ ഇവിടെ എത്തി. ആ, ഞാൻ വന്നോണ്ടിരിക്ക. ഉടനെ എത്തും. വരാതിരിക്കില്ലല്ലോ അല്ലേ? ഞാൻ വരും. താൻ ഇവിടെ കാത്തു നിന്നാ മതി. ഇന്നു മുതൽ രേണുകയായിരിക്കും ധനുഷിന്റെ അസിസ്റ്റന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും ഇനി ധനുഷുമായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യാവൂ. എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. ശരി സാർ. ധനുഷ് ഇരിക്കെ, ഞങ്ങൾ ഇപ്പൊ വരാം. സുചേട്ടാ വാ. സാറിന് കോഫി വേണോ? ശരി ശരി സാർ. രേണുക, ഒരു മിനിറ്റ്. എന്താ സാർ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ പെൻഡിംഗ് ഫയലുകളെല്ലാം എനിക്കൊന്ന് കാണണം. പിന്നെ ലാസ്റ്റ് 3 monthsലെ മുഴുവൻ പർച്ചേസ് ലിസ്റ്റും വേണം. ശരി സാർ. പൊയ്ക്കോളൂ. ഈ ഓഫീസിലേക്ക് ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഒരു വെറും സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന ഈ ഓഫീസിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു പോസ്റ്റിലേക്കുള്ള എന്റെ തിരിച്ചുവരവ് ഇവിടെ ആരും പ്രതീക്ഷിച്ചു കാണില്ല. ഈ മാറ്റം ഒരുപാട് കാര്യങ്ങളുടെ തുടക്കമാണ്. ഈ കസേരയിൽ ഇരുന്നതിന് ശേഷമുള്ള ആദ്യത്തെ കോളാണ്. എന്നോടുള്ള കലിപ്പിലായിരിക്കും ഇപ്പൊ വിളിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞ് ഇവളെ കൂളാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ അത് പണിയാവും. ഹലോ, നീ എവിടെ പർച്ചേസിംഗ് ഹെഡിന്റെ കസേര കയറി ഞെളിഞ്ഞിരിക്കുമായിരിക്കും അല്ലേ? സ്ഥാനാരോഹണം കാണാൻ അർച്ചനയും നിന്റെ ഭാര്യ വന്നിട്ടുണ്ടല്ലോ. സ്ഥാനാരോഹണം എപ്പോഴേ കഴിഞ്ഞു. നീ എന്തിനാ വിളിച്ചത്? എന്റെ അനുവാദം ഇല്ലാതെയാ നീ ഈ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. എന്റെ അനുവാദം ഇല്ലാതെ കയറുന്നവർ ആ ഓഫീസിൽ അധികകാലം ജോലിയില്ല. അത് നിനക്കറിയാലോ. ഞാൻ ഇവിടെ ജോലിക്ക് കയറിയതേ എനിക്ക് വേണ്ടി മാത്രമല്ല. പിന്നെ നിന്റെ അനുവാദം വാങ്ങാതിരുന്നത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. പക്ഷെ ഇതെല്ലാം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. നീ പറയുന്നത് ഇനിയും ഞാൻ വിശ്വസിക്കണം അല്ലേ? വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ ചെയ്യുന്നതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ ഇവിടെ ഞാൻ ഈ പോസ്റ്റിലിരിക്കുന്നത് കൊണ്ട് നിനക്കൊരു ദോഷവും സംഭവിക്കില്ല. അത് ഞാൻ ഉറപ്പുതരാം. നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മരുമകനായ നീ ഇപ്പോ നന്മയുടെ പ്രതിരൂപം അല്ലേ? പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം. ആ കസേരയിലിരുന്ന് നീ അനുസരിക്കേണ്ടത് എന്നെ മാത്ര. നടന്നത് തന്നെ. നീ എന്താ ഒന്നും പറയാത്തത്? മനസ്സിൽ നീ എന്നെ പുച്ഛിക്കായിരിക്കും ഇപ്പോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സീറ്റിലിരിക്കുന്നത് കൊണ്ട് നിനക്കൊരു ദോഷം ഉണ്ടാവില്ല. മറിച്ച് ഗുണം മാത്രമേ ഉണ്ടാവൂ. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. എന്താവും പറഞ്ഞതിന്റെ അർത്ഥം? ആ പോസ്റ്റിലിരിക്കുമ്പോ എനിക്ക് ഗുണം ഉണ്ടാകുമെന്ന് പറഞ്ഞ അതിനർത്ഥം എന്താ? അവൻ ഇതുവരെ സ്നേഹയോട് കാണിച്ചതൊക്കെ അഭിനയാണെന്നാണോ? അതോ എന്നോടിപ്പോ കാണിക്കുന്നതാണോ അഭിനയം? എന്താ അവന്റെ മനസ്സിലെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഡോക്ടർ, ഹായ്, കം ഓൺ ഗൈസ്. ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. സിറ്റ്. നമ്മുടെ ടെസ്റ്റിന്റെ റിസൾട്ട് എല്ലാം കിട്ടി. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു. ടെൻഷന്റെ ഒരു ആവശ്യമില്ല. നമ്മുടെ ജേർണി കറക്റ്റ് ട്രാക്കിലൂടെയാ. ഡോക്ടറുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു കോൺഫിഡൻസാ. മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഡോക്ടർ. ബേബി എന്തു പറയുന്നു? അവള് ഹാപ്പിയാ. വെരി ഗുഡ്. നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. മെഡിസിൻസ് കഴിക്കുക എന്നതുകൊണ്ട് മാത്രം ആയില്ല. നമ്മുടെ ജീവിത രീതികളിൽ കൂടി ചില മാറ്റങ്ങൾ വരുത്തണം. എല്ലാം ഡോക്ടർ പറയുന്ന പോലെ ചെയ്യാം.
ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിത രീതിയും ഭക്ഷണ രീതിയും ഒക്കെയാണ് പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം. നമ്മുടെ ട്രീറ്റ്മെന്റ് ശരിക്കും 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ആരംഭിച്ചു. മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം ഡെയിലി ഉള്ള കുറച്ച് എക്സസൈസ് കൂടി സ്റ്റാർട്ട് ചെയ്യാം. ശരീരത്തിനും മനസ്സിനും അത് ഉന്മേഷം നൽകും. ഇതുവരെ അങ്ങനൊന്നും ചെയ്യാത്ത ആളാണ്. രണ്ടുപേരും കൂടി മോർണിംഗ് ഓർ ഈവനിങ് ഒരു ഹാഫ് ആൻ അവർ വാക്കിംഗ്, അല്പം യോഗ, അതൊക്കെ ആവാം. സച്ചി വേണം അർച്ചന ഇതിനെല്ലാം ഗൈഡ് ചെയ്യാൻ. അത് ഞാൻ ഏറ്റു ഡോക്ടർ. സച്ചേട്ടൻ എന്നും എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. ആ, ഇനി ഇത് രണ്ടുപേരും കൂടി ഒരുമിച്ചായിക്കോളൂ. നമ്മുടെ ടെസ്റ്റ് റിസൾട്ടുകളെല്ലാം വളരെ പോസിറ്റീവാ. അർച്ചന പ്രഗ്നന്റ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ രീതികളിലും ചില മാറ്റങ്ങൾ വരുത്തണം. നോൺ വെജ് ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നത് ഒഴിവാക്കാം. ലേറ്റ് നൈറ്റ് ഭക്ഷണം കഴിക്കാതിരിക്കുക. മോർണിംഗ് നല്ലതുപോലെ കഴിക്കാം. വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കണം. ഇതെല്ലാം നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. ഡോക്ടറുടെ ചികിത്സയുടെ കാര്യം ഞങ്ങള് വീട്ടിലാരോടും പറഞ്ഞിട്ടില്ല. വേണ്ട, അർച്ചനയുടെ പ്രഗ്നൻസി നമുക്കൊരു സർപ്രൈസ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യാം. അതല്ലേ നല്ലത്? ഇതിന്റെ ഒരു പോസിറ്റീവ് പോയിന്റ് എന്താന്ന് വെച്ചാ കൃത്യസമയത്ത് ഇത് ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കല്യാണം കഴിച്ച് 5 or 6 കൊല്ലം കഴിഞ്ഞ് കുട്ടികളില്ലാതെ വരുമ്പോഴാ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. പക്ഷേ ഇവിടെ കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. താങ്ക്സ് ടു ഡോക്ടർ സന്ധ്യ. ഞാൻ ഡോക്ടർ സന്ധ്യയെ വിളിച്ച് താങ്ക്സ് പറഞ്ഞിരുന്നു. ഡോക്ടർ പറഞ്ഞതെല്ലാം ഞാൻ സന്ധ്യ ഡോക്ടറോടും പറഞ്ഞു. ആ, സന്ധ്യ ഡോക്ടർക്ക് ഡോക്ടറെ ഒന്ന് കാണണമെന്നുണ്ട്. ഓഫ് കോഴ്സ്, എനിക്കും ആഗ്രഹമുണ്ട്. എന്തായാലും ഇന്നത്തെ ടെസ്റ്റുകൾ ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. നേരെ ലാബിലേക്ക് ചെന്നാ മതി. പോയി ടെസ്റ്റ് ചെയ്തിട്ടിങ്ങ് പോരണം. ബാക്കി കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. ശരി ഡോക്ടർ, ഞങ്ങൾ പോയിട്ട് വരാം. മാഡം, ഞാനിവിടെ എത്തി. ആ, ഞാൻ വന്നോണ്ടിരിക്ക. ഉടനെ എത്തും. വരാതിരിക്കില്ലല്ലോ അല്ലേ? ഞാൻ വരും. താൻ അവിടെ കാത്തു നിന്നാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.